ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫ് വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. കുട്ടികളെ സ്കൂളിലാക്കണം, പിന്നെ 12 പണിക്കാറുണ്ട്, ചായക്ക് ഉച്ചക്ക് ചോറുണ്ട് കേട്ടോ. അപ്പം ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കടല രാത്രി കുതിർത്ത് വെച്ചിന് കേട്ടോ. പിന്നെ പുട്ടും ചൂടാന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ 6 മണിക്ക് ഇറിയൂനെ മദ്രസയിലാക്കുന്ന ടൈമിൽ തന്നെ ഞാൻ കടലെല്ലാം കുക്കറിലിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റിയൂക്ക് മദ്രസയിൽ പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയെല്ലാം ഉണ്ടാക്കി അങ്ങനെ പാസ്കിലെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണീച്ചിട്ടാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അപ്പോൾ വെച്ചുകൊണ്ടേ ഇരിക്കേണ്ടല്ലോ. കടല പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 12 പണിക്കാറുണ്ടതുകൊണ്ട് തന്നെ ഒരു ചട്ടിയിൽ ചോറ് വെച്ചങ്ങ് തീരട്ടെ. അപ്പോൾ അങ്ങനെ 2 ചട്ടിയിൽ ചോറ് വെക്കണം. അപ്പോൾ വേഗം ഞാൻ ചോറ് വെച്ചു കേട്ടോ. വേഗം വേവുന്ന അരിയാന്ന് കേട്ടോ. അങ്ങനെ ഒരു ചട്ടിയിൽ വേഗം വെച്ചു. അത് വെന്തിട്ട് വാർത്തതിന് ശേഷം രണ്ടാമത്തെ ചട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ പിന്നെ തലേന്ന് രാത്രി കോഴിക്കറി ഉണ്ടായിരുന്നു കേട്ടോ, തേങ്ങ അരച്ച് വെച്ച ചാറ്. അപ്പം ഞാൻ സ്കൂളിലേക്ക് കോഴിക്കടുമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേഗം കടുമ്പെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ കോഴിക്കടുമ്പ്. പിന്നെ കടല വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കടല ഇറക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം അതേ അടുപ്പിൽ കടുമ്പ് വെച്ചു. അങ്ങനെ ഇത് അമ്മേൻ്റെ അടുത്ത് കൊടുന്ന പായസമാണ് കേട്ടോ. ഇന്ന് ബറാത്ത് ദിവസമാണ്, നമുക്കും പായസം ഉണ്ടാക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ച് തിരക്കെല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ ഇത് തേങ്ങ പുട്ടിനും കറിക്കുള്ള തേങ്ങയാണ് കേട്ടോ. അങ്ങനെ തേങ്ങ ഉടച്ചെടുത്തിട്ട് അതിന് ചരച്ചെടുക്കണം. തേങ്ങ ചരച്ചെടുത്തിട്ട് അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട്. അങ്ങനെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു കേട്ടോ. ഇനി രണ്ടാമത് ചോറ് വെക്കണം. ഇനി വിചാരിച്ച് പിട്ടലും ചുട്ട് കടുമ്പല ചുട്ടതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ കടുമ്പ് കുറച്ച് വെവാനുണ്ട് കേട്ടോ. അങ്ങനെ കോഴിക്കടുപ്പിനുള്ള കടുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇറക്കി വെച്ചു. അതിന് ശേഷം കടലക്കറിക്കുള്ള തേങ്ങ വറുത്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ പാൻ ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ വേഗം പുട്ടിനുള്ള പൊടിയെല്ലാം നനച്ചെടുക്കലാന്ന്. വറുത്തെടുക്കുന്ന തേങ്ങയിലേക്ക് പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, ഉലുവ, കറിവേപ്പില പിന്നെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പുട്ടിനെല്ലാം കുഴച്ചെടുക്കലാണ്. അങ്ങനെ ഞാൻ മൻസൂർ ചായ വെറും ചായ കുടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതാ നമ്മൾക്കുള്ള ചായ എല്ലാം വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ. 3 പാക്കറ്റ് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബംഗാളി ഉണ്ട് കേട്ടോ പണിക്ക്. അപ്പോൾ അവർ അത്യാവശ്യം നല്ലോണം കഴിക്കുന്ന ചെയ്യട്ടെ. അപ്പം പിന്നെ തേങ്ങില്ലാന്ന് പറഞ്ഞിട്ട് 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ പുട്ടിൻ്റെ പിന്നെ പൊടിക്കെല്ലാം വെള്ളം നനച്ച് കൊടുക്കലാന്ന് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ പുട്ടിൻ്റെ പൊടിയെല്ലാം നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കലാന്ന്. കുരുമുളക് പൊടി
അങ്ങനെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനും മൻസൂർ സാറും ചായ കുടിക്കലാന്ന് കേട്ടോ. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിട്ട് ഇതുവരെ. അങ്ങനെ ഇതാ തേങ്ങൻ്റെ ചായ കുടിച്ചിട്ട് വരുമ്പോൾ തേങ്ങൻ്റെ ചൂടെല്ലാം അറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കലാന്ന്. അതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേവിച്ച കടല. അങ്ങനെയുള്ള തേങ്ങ അരച്ചെടുത്തു കേട്ടോ. അത് കടലക്കറിക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് കടുകെല്ലാം താളിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ടായി കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി തലേന്ന് രാത്രിത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വറ്റി പറഞ്ഞു കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. 2 ദിവസം മുന്നേ യാറ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കടുമ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ ഓളൊരു ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ, ശിവദാറിന്ന്. ഓള് ഇങ്ങനത്തെ ആക്കി കൊണ്ടുവരണമെന്ന് ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓക്കും വേണ്ടിയിട്ട് ആക്കിയതാണിത്. അങ്ങനെ ഇതാ പാത്രമെല്ലാം കഴുകിയിട്ടെല്ലാം ആയിട്ടാണ്. അപ്പോഴൊക്കെ ഇതാ നൂറാനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് എണീപ്പിക്കലാന്ന് കേട്ടോ. സ്കൂളുള്ള ദിവസമൊക്കെ എണീക്കാൻ ഭയങ്കര മടി കേട്ടോ. എണീക്കാനും ബ്രഷ് ആക്കാനും കുളിക്കാനും എല്ലാത്തിനും മടി. മറ്റേച്ചാൽ വേഗം രാവിലെ എണീച്ചിട്ട് വരും കേട്ടോ. അങ്ങനെ ഓളെ കുളിക്കാനെല്ലാം ആക്കിയിട്ട് ഡ്രസ്സെല്ലാം ആക്കി കൊടുത്ത് ഞാൻ ഇപ്പുറം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തുണി അലക്കാനിടലാന്ന്. തുണി അലക്കാൻ ഇട്ടില്ല കേട്ടോ. നേരത്തെ ഇട്ടിന്. ഇനി ബാക്കി കുറച്ച് തുണി ഉണ്ടായി കേട്ടോ. അത് അലക്കാനിട്ട് കൊടുക്കലാന്ന്. പുട്ടിൻ്റെ പൊടിയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പുട്ട് ചുട്ടെടുക്കലാന്ന്. പിന്നെ ഒരു കുറ്റി പുട്ട് ചുട്ടതിന് ശേഷം പിന്നെ നൂറാൻ്റെ മുടിയെല്ലാം വാർന്നു കൊടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും പോയിട്ട് വരുമ്പോഴേക്ക് ഒരു കുറ്റി പുട്ട് വെന്ത് കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാ. അങ്ങനെ ഇതാ ഞാൻ നേരെ റൂമിലേക്ക് വന്നിട്ട് പിന്നെ പല്ലം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മടക്കി വെക്കലാന്ന്. എന്താ പണി നടന്നുകൊണ്ടേ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇതെല്ലാവരും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് കേട്ടോ. തലവാരലും ഓരോന്ന് പൈതലും എല്ലാം. ഈ ടൈമിൽ കുറച്ച് തിരക്കായിരിക്കും കേട്ടോ. പിന്നെ സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ പോലെയാവും കേട്ടോ. ഇപ്പം എന്താ ബുക്ക് എടുത്ത് വെക്കലും എല്ലാം സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ വന്നിട്ടാ. അപ്പോൾ കുറച്ച് തിരക്കുള്ള സമയം തന്നെയാണ് ഈ സമയത്ത്. നേരത്തെ എടുത്ത് വെക്കാൻ പറഞ്ഞാൽ എങ്ങനെ കേൾക്കില്ല കേട്ടാ. അങ്ങനെ എല്ലാവരും സ്കൂളിലേക്ക് പോയി. അതിനുശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന്
പിട്ടെല്ലാം ചുട്ടുകൊണ്ട് വേണ്ടിയിട്ട് അതിൻ്റെ ഒക്കെ ഞാൻ പുള്ള ചായ കുടിച്ച പാത്രമെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെക്കലാന്ന്. അങ്ങനെ ഞാൻ അവരെ വിളിക്കാൻ പോയിട്ടാ ചായക്ക്. അപ്പം ആയിട്ടാ കുറച്ച് സമയം കഴിയട്ടെന്ന് പറഞ്ഞിട്ടാ, കുറച്ച് പണിയുണ്ടെന്ന്. അങ്ങനെ എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പുറത്തെടുത്തിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പിട്ടെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ മാത്രമേ വെക്കാനുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ പിന്നെ ചായ തിളക്കുന്ന സമയം കൊണ്ട് കിച്ചൻ്റെ പുറത്ത് പോയിട്ട് മുറ്റെല്ലാം ഇടിക്കലാന്ന്. മുറ്റത്ത് ഇന്നലെ സ്കൂളുണ്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരെ കളിച്ചിട്ട് നല്ലോണം കാട്ടും പൊടിയും മണ്ണെല്ലാം ഉണ്ട് കേട്ടോ. ആ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് മീനിൻ്റെ ഓർണ അടിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഞമ്മ വാങ്ങാറില്ല മീൻ മനസ്സുറിച്ചാനെ കൊണ്ടുവരലാന്ന്. അങ്ങനെ ചായയെല്ലാം കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പുറം എല്ലാം കൊണ്ടുവച്ചു. അങ്ങനെ ഇതാ എല്ലാവരും കൂടിയിട്ട് ചായയെല്ലാം കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചായയിൽ കൊടുത്തതിന് ശേഷം വേഗം ഉള്ളെല്ലാം അടിച്ച് വരലാന്ന്. സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ നേരത്തെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സാമ്പാറിൻ്റെ കഷ്ണമാണ് കേട്ടോ. മൻസൂർച്ച ഇങ്ങനെ കഷ്ണം തന്നെ വാങ്ങിക്കൊണ്ട് വന്നതാണ്, കുറച്ച് എളുപ്പമായിക്കോട്ട് എറിഞ്ഞിട്ട്. പിന്നെ മീനും മുറിച്ചിട്ട് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കഴുകിയിട്ട് പിന്നെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉള്ളി, തക്കാളി, പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുക്കർ അടിച്ച് വേവിച്ചെടുക്കലാണ് കേട്ടോ. ഇത് സാമ്പാറിലേക്ക് ഉള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. മീൻ മുറിച്ച് കൊടുത്തത് നല്ലോണം ഉപകാരമായി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിണ്ടാകുമ്പോൾ മുറിക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ. മുറിക്കാനേ തമ്പിക്കില്ല, മീൻ മുറിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നല്ല പീസ് നോക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ എടുക്കലാണ്. കറി വെക്കാൻ വേണ്ടിയിട്ട് നങ്കുണ്ട് കേട്ടോ, നങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിയ പീസെല്ലാം നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ മീനിലേക്കുള്ള മസാല എല്ലാം പുരട്ടി വെക്കലാണ്. ഇത് ലഞ്ചിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ. എനിക്ക് ക്ലീനിങ് കാര്യമെല്ലാം കഴിഞ്ഞ് കേട്ടോ. പിന്നെ ഉള്ളെല്ലാം അടിച്ചു വാരി പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു. അങ്ങനെ ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കലാന്ന്. പിന്നെ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നങ്ക് ഉണ്ട് കേട്ടോ. നങ്ക് കിട്ടിന് ചാറാക്കാമെന്ന് വിചാരിച്ചിട്ടാ. നങ്ക് തേങ്ങ എല്ലാം അരച്ച് വെച്ച ചാറ്. പിന്നെ സാമി ഉണ്ട് കേട്ടോ. സാമിക്ക് വേണ്ടിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത്. സാമി മീൻ, ചിക്കന്, മട്ടന് അങ്ങനെ ബീഫ് അങ്ങനെ ഒന്നും കൂട്ടൂല കേട്ടോ. അപ്പോഴേക്കും സാമ്പാറാക്കിയിട്ടുണ്ട്. അവർക്ക് നല്ല കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നങ്ക് ചാറാക്കിയിട്ടാ. ചാറ് പറഞ്ഞെങ്കിൽ തേങ്ങ അരച്ച് വെച്ച കറി. വറുക്കാനായിട്ട് കാബേജ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാബേജ് മുറിച്ചെടുത്തു കേട്ടോ. അതിലേക്ക് പച്ചമുളക്, തക്കാളി, നീരുള്ളി എല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ച നങ്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ കറി റെഡി ആയിട്ടുണ്ട്.
കേബേജിലേക്ക് പച്ചമുളക്, തക്കാളി, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിതാ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കേബേജ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്ക് റെഡി ആയിക്കോളും. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് ബറാത്താന്ന്. അപ്പോൾ പായസം ഉണ്ടാക്കണം. പിന്നെ പണിക്കാർക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അതിന് വേണ്ടി കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. ഇതാ പായസം റെഡി ആയിക്കൊണ്ടുണ്ട് കേട്ടോ. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോഴേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് പണിക്കാർക്കുള്ള വെള്ളം കൊടുക്കലാന്ന് കേട്ടോ. ഇങ്ങനെ ഇതിൽ നിറച്ച് വെള്ളം കൊടുക്കും. പിന്നെ ഐസ് കട്ട് ഇട്ട് കൊടുത്താൽ അവർക്ക് വൈകിട്ടത്തേക്ക് മതി കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് കൊടുക്കലാന്ന്. അങ്ങനെ ചോറെല്ലാം കൊടുത്തു. അതിനുശേഷം ഇതാ പായസമെല്ലാം കൊടുക്കലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.